ഹലോ, നമുക്കിന്നൊരു ഫ്രൂട്ട് സാഗോ കസ്റ്റർഡ് റെസിപ്പി നോക്കിയാലോ. നമുക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന ടൈമിൽ ഒരു വെറൈറ്റി എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് പാലൊന്ന് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. അത് തിളച്ച് വരുന്ന ടൈമിലേക്ക് നമുക്ക് വേറെ ഒരു കടായി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് സാഗോ ചേർത്ത് കൊടുക്കാം. ചവ്വരി ഞാനിവിടെ ചവ്വരി ഒരു 1 hour കുതിർത്ത് വെച്ച ചവ്വരിയാണ് കേട്ടോ. ഇത് കളേർഡായിട്ടുള്ള ചവ്വരിയാണ്. നോർമൽ ചവ്വരി എടുത്താലും മതി, നമ്മൾ പായസത്തിലൊക്കെ എടുക്കുന്ന പോലെ നോർമൽ ചവ്വരി എടുത്താലും മതി. ഇത് ഞാനൊന്ന് അതിൽ കിടക്കുന്ന കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി കളറുള്ള ചവ്വരി എടുത്തന്നേ ഉള്ളൂ. ഇതൊരു 5 മിനിറ്റൊക്കെ മതി വെന്ത് കിട്ടാൻ. കുതിർത്ത് വെച്ചതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. അപ്പോഴത്തേക്ക് നമ്മുടെ പാലൊന്ന് തിളച്ച് വറ്റി തുടങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കസ്കസാണ്. കസ്കസ് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കസ്റ്റർഡ് പൗഡറാണ്. ഞാൻ കുറച്ച് പാലിലേക്ക് ഒരു 2 സ്പൂൺ ഉണ്ടാകും കസ്റ്റർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായി ഒന്ന് ഉടച്ച് എടുക്കുക, പാലിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തരി ഒന്നും കിടക്കാൻ പാടില്ല, നന്നായി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് കസ്റ്റർഡ് നമുക്ക് തിളപ്പിച്ച് ആ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഈ പാലിനി ഒന്ന് കുറുകി വരണം. ഈ ടൈമിൽ നമുക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കാം. ഞാൻ പഞ്ചസാര ഒരു 4 സ്പൂൺ പഞ്ചസാരയോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ മധുരത്തിന് നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനി ഒന്ന് കുറുകി വരണം. ഇതൊന്ന് ഒരുപാട് കുറുകി പോകേണ്ട ആവശ്യമില്ല, ഈ ഒരു രീതിക്ക് കുറുകി വന്നാൽ മതി. എന്നിട്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 10 മിനിറ്റ് തണുപ്പിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കിവിടെ സാഗോ എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന മിൽക്കും നന്നായി തണുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഫ്രൂട്ട്സ് നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണോ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് അതെല്ലാം യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ആദ്യം നമ്മളുടെ കസ്റ്റർഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തു വെച്ചേക്കുന്ന ഫ്രൂട്ട്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം ആപ്പിളാണ് ചേർത്ത് കൊടുക്കുന്നത്, പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടാണ്. കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് ഞാൻ ഓറഞ്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓറഞ്ച് ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ, കാരണം ഓറഞ്ചിന് ചെറിയ പുളി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ അതിലേക്ക് അനാറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ ഒരു പഴം. ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബദാമാണ്. ബദാം കുറച്ച് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഈന്തപ്പഴം, അതും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കസ്കസാണ്. ഇനി അതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി, ഞാനിവിടെ കറുത്ത മുന്തിരിയാണ് എടുത്തേക്കുന്നത്, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഏറ്റവും ലാസ്റ്റ് നമുക്ക് സാഗോ കൂടി ചേർത്ത് കൊടുക്കാം. സാഗോ നിങ്ങൾക്ക് എത്ര വേണോ അത്രയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് സാഗോ നമ്മളിപ്പോൾ എടുത്തേക്കുന്ന അത്രയും സാലഡിനുള്ള സാഗോ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും സെർവ് ചെയ്യാം. അതർവൈസ് കുറച്ചും കൂടെ നന്നായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഓരോ ലെയറായിട്ട് ഇട്ട് സെർവ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഐസ്ക്രീമൊക്കെ വെച്ച് കഴിഞ്ഞാൽ കാണാൻ കുറച്ചുകൂടെ ഭംഗിയുണ്ടാകും. അപ്പം ഞാനിവിടെ ഗ്ലാസ്സിലും ഒന്ന് എടുക്കണുണ്ട്.
അപ്പോൾ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു.